സനിസയിലേക്ക് വീണ്ടും നമ്മൾ പോവുകയാണ്. അവിടെയാണ് ഈ പൊങ്കാലയുടെ തുടക്കം. സനിസ, ഏതാണ്ട് സമയം 9:45 ഇപ്പോൾ തന്നെ അവിടെ പൊങ്കാല അടുപ്പിൽ തീ പകരുമായിരിക്കും അല്ലേ? പക്ഷേ സനിസയ്ക്ക് കേൾക്കാൻ പറ്റുന്നില്ലെന്ന് തോന്നുന്നു. എന്തായാലും അവിടെ പ്രധാനപ്പെട്ട മന്ത്രിമാരടക്കമുള്ള ആളുകൾ, പ്രധാനപ്പെട്ട നേതാക്കന്മാർ എല്ലാവരും, ഇതിപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ ഒരു പതിവ് കാഴ്ചയാണ്, പൊങ്കാലയുടെ പതിവ് കാഴ്ചയാണ്. അവരെല്ലാവരും അവിടെ പൊങ്കാലയടുപ്പിൽ തീ പകരുന്നതിൻ്റെ പരിസരത്ത് തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. വാർഷിക ഉത്സവം എന്ന നിലയ്ക്ക് തന്നെയാണ് ഈ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ വാർഷിക ഉത്സവം എന്ന നിലയ്ക്ക് തന്നെയാണ് ആറ്റുകാൽ പൊങ്കാലയെയും കാണുന്നത്. കുംഭമാസത്തിലെ കാർത്തിക നക്ഷത്രത്തിൽ തുടങ്ങി 10 ദിവസം നീളുന്ന ഉത്സവമാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം ഈ പൂരം നക്ഷത്രവും പൗർണമിയും ഒത്തുവരുന്ന ദിവസമാണ്. അത് ആ ദിവസം എന്ന കണക്കിലാണ് ഇപ്പോൾ ഇത്തവണയും ഉത്സവം നടന്നിരിക്കുന്നത്. ലക്ഷക്കണക്കിന് സ്ത്രീകൾ എത്തുന്നു എന്നുള്ളത് തന്നെയാണ് ആ ആറ്റുകാൽ പൊങ്കാലയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ആളുകളുടെ ആ എണ്ണക്കണക്ക് കൊണ്ട് വെറുതെ നോക്കുക എന്നുള്ളതിനപ്പുറത്ത് അവിടുത്തെ സ്ത്രീ പങ്കാളിത്തം എന്നത് പ്രത്യേകം തന്നെ നോക്കുക എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഈ റോഡുകളിലും തെരുവുകളിലും എല്ലാം, അങ്ങനെ വീടുകളിലും ക്ഷേത്ര പരിസരത്തുമെല്ലാം മൺകലത്തിൽ ഇങ്ങനെ പൊങ്കാല ഇടുന്നു. ഇപ്പോൾ പൊങ്കാല അടുപ്പിൽ തീ പകരുന്നതിന് വേണ്ടി ക്ഷേത്രത്തിൽ നിന്ന് തീ കൊണ്ടുവരുന്ന ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. ഈ പണ്ടാര അടുപ്പിൽ തീ പകർന്നാൽ അതിന് ആ സമയത്ത് മറ്റ് എല്ലായിടത്തും പൊങ്കാല അടുപ്പുകളിൽ തീ പകരും. ഈ പൊങ്കാല ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും അവിടുത്തെ പ്രത്യേകതയുള്ള ചില സംഗതികളൊക്കെ ഉണ്ട്. മണ്ടപ്പുറ്റ്, പിന്നെ തെരളി എന്നൊക്കെ, അത് അവിടുത്തെ പ്രാദേശികമായ പേരുകളാണ്. അതിന് പല സ്ഥലത്തും പല പേരുകളായിരിക്കും. പക്ഷേ അതൊക്കെ അവിടെ, അതായത് സാധാരണ ഈ അരിയും വെള്ളവും ശർക്കരയും തേങ്ങയും നെയ്യും പഴങ്ങളും ഒക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന പായസം ഒരു ഭാഗത്ത്, ആ പായസം തന്നെയാണ് പൊങ്കാല എന്ന് പറയുന്നത്. അതല്ലാതെ അരിപ്പൊടിയും തേങ്ങയും ശർക്കരയും ഒക്കെ ചേർത്ത് അട പോലെ ഉണ്ടാക്കുന്ന തെരളി, പിന്നെ മണ്ടപ്പുറ്റ് എന്ന് പറയുന്ന വേറൊരു പ്രത്യേക രീതിയിലുള്ള ഒരു വിഭവം, ഇതെല്ലാം ഉണ്ടാക്കും. അതെല്ലാം നേരത്തെ തന്നെ ഉണ്ടാക്കി തയ്യാറെടുത്തിരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരുടെയും ഒരു രീതി. വെയിലുറയ്ക്കുന്നതിന് മുമ്പ് തന്നെ അതെല്ലാം തയ്യാറാക്കും വഴിയോരങ്ങളിലൊക്കെ ഈ പൊങ്കാല ഇടാൻ ഇരിക്കുന്നവർ. അതിനുശേഷം ഈ പൊങ്കാലയടുപ്പിൽ തീ പകർന്നു കഴിഞ്ഞാൽ പിന്നെ പൊങ്കാല എന്നുള്ളതിലേക്ക് മാത്രം ശ്രദ്ധിക്കും. പൊങ്കാല ഉണ്ടാക്കി പിന്നീട് ശേഷം അതിൻ്റെ പുണ്യാഹം തളിക്കുന്നതിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്, നേദിക്കുന്നതിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഉണ്ടാവുക. അപ്പോൾ ആ ചടങ്ങുകളാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആ പൊങ്കാല അടുപ്പിലേക്ക് തീ പകരുകയാണ്. ഈ ആറ്റുകാൽ പൊങ്കാലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങളിലൊന്ന് ഇതാണ്, ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങളിലൊന്ന്. അതുകൊണ്ടാണ് അവിടെ എല്ലാവരും എത്തിച്ചേർന്നിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായി കാണാം. ഈ അടുപ്പിൽ പൊങ്കാല അടുപ്പിൽ തീ പകരുന്നതോടെയാണ് ബാക്കി എല്ലാ അടുപ്പുകളിലും തീ ഉണ്ടാവുക. ഇതോടെ തിരുവനന്തപുരം നഗരത്തിലെ എല്ലാ മേഖലയിൽ നിന്നും ഇങ്ങനെ പുക ഉയർന്നു തുടങ്ങും എന്നുള്ളത് കൂടിയാണ് ഒരു പ്രത്യേകത. ആകാശത്ത് നിന്ന് ഇങ്ങനെ തിരുവനന്തപുരത്തിൻ്റെ ആകാശം ഇങ്ങനെ സമ്പൂർണ്ണമായും പുക മൂടുന്ന ഒരു കാഴ്ച കൂടി കാണാം ആ പൊങ്കാല അടുപ്പിൽ തീ പകരുന്നതിന് തൊട്ടു പിന്നാലെ. എല്ലായിടത്തും ഇപ്പോൾ പൊങ്കാല അടുപ്പുകളിൽ തീ വരുന്നതിന് വേണ്ടിയിട്ടുള്ള അറിയിപ്പും ഈ സമയത്ത് തന്നെ എല്ലായിടത്തേക്കും എത്തും. സനിസ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സനിസ, ഇപ്പോൾ പൊങ്കാല അടുപ്പിൽ തീ പകർന്നിരിക്കുന്നു. ബാക്കി പൊങ്കാല അടുപ്പുകളിലേക്കും ഈ തീ പകർന്നതിൻ്റെ തുടർച്ചയായി അടുപ്പുകളിലേക്കും തീ പകരുന്നു. എന്താണ് അവിടെ എന്നുള്ള വിവരങ്ങൾ? അതോടനുബന്ധിച്ച് തന്നെ ചെണ്ടമേളവും കുരവയും ഉയർന്നിരിക്കുകയാണ്. ഇനി ലക്ഷാധിപക്ഷം വരുന്ന ജനങ്ങളുടെ പൊങ്കാല അടുപ്പുകളിലേക്ക് ഈ തീ പകരും. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് തീ പകർന്നുകൊണ്ട് തുടക്കമായിരിക്കുകയാണ്. ഇനി പൊങ്കാല അടുപ്പുകളിൽ പായസവും ചോറും തെരളിയും അതുപോലെ തന്നെ മണ്ടപ്പുറ്റും അടക്കമുള്ള നിവേദ്യങ്ങൾ ഒരുങ്ങും. അമ്മയ്ക്ക് വേണ്ടി, ആറ്റുകാൽ അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള നൈവേദ്യങ്ങൾ ഒരുങ്ങും. ഇതോടൊപ്പം ഈ ഇത്തരത്തിൽ ലക്ഷക്കണക്കിന്
നൂറുകണക്കിന് ആളുകളാണ് ഈ പൊങ്കാല അർപ്പണത്തിന് വേണ്ടി എത്തിയിരിക്കുന്നത്. ഈ ദീപം പകരുന്നതിനോടൊപ്പം ഭണ്ഡാരത്തിൽ ദീപം പകരുന്നതിനോടൊപ്പം ആ ദീപം പകർന്നു എന്നറിയിക്കാൻ വേണ്ടിയാണ് ഈ പൊങ്കാല ഇടാൻ വേണ്ടി കാത്തിരിക്കുന്ന സ്ത്രീജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഈ ചെണ്ടമേളവും കുരവയും ഒക്കെ ഇടുന്നത്. ഈ കുരവയും ചെണ്ടമേളവും ഉയരുന്നത് ആ ഒരു സമയം അത് കേൾക്കുമ്പോൾ തന്നെ സ്ത്രീകൾ ഈ അവരുടെ പൊങ്കാല അടുപ്പിലേക്ക് തീ പകരുമ്പോൾ ഈ നഗരവീഥികളും തിരുവനന്തപുരത്തിന്റെ നഗരവീഥികളും ഇരു റോഡുകളും എല്ലാം ഒരു യാഗശാല പോലെയാകും. പിന്നെ ഈ അവരുടെ പൊങ്കാല അടുപ്പിൽ നിന്ന് ഉയരുന്ന പുകയായിരിക്കും തിരുവനന്തപുരം നഗരത്തിൽ ആകെ നമുക്ക് കാണാൻ കഴിയുക. ദേവിക്ക് വേണ്ടി അവർ പല രീതിയിലുള്ള പ്രസാദങ്ങൾ സമർപ്പിക്കും. ഇതിൽ അവർ ശർക്കരയും കുത്തരിയും അതുപോലെ തന്നെ തേങ്ങയും പുതിയ കലവും അങ്ങനെയുള്ള പല രീതികളുണ്ട്. ഇതിന് പല ആചാരങ്ങളുണ്ട്. ഒരാഴ്ചക്കാലത്തെ വ്രതത്തിന് ശേഷമാണ് ഈ പൊങ്കാല നൈവേദ്യം ദേവിക്ക് സമർപ്പിക്കുന്നത്. ഒരാഴ്ചക്കാലത്തെ കാത്തിരിപ്പാണ്, 9 ദിവസത്തെ കാത്തിരിപ്പാണ്. നാളെയോട് കൂടിയാണ് 10 ദിവസത്തെ മഹോത്സവത്തിന്റെ 9ാം നാളിലാണ് പൊങ്കാല സമർപ്പണം നടക്കുന്നത്. ഈ ചടങ്ങുകൾ ഇപ്പോൾ തീ പകരുന്നതോടുകൂടി തന്നെ ഈ ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇനി പൊങ്കാല തയ്യാറാക്കേണ്ട തിരക്കാണ്. എല്ലായിടത്തും ഇപ്പോൾ ഇതാ നമുക്ക് ദൃശ്യങ്ങളിലൂടെ കാണാം, പല ഭാഗത്തും പുക ഉയരുന്ന സാഹചര്യമാണ്. ഈ ചെണ്ടമേളം ഉയർന്നതോടുകൂടി തന്നെ എല്ലാ അടുപ്പുകളിലും ഈ തീ നാളം പകർന്നുകൊണ്ട് ആറ്റുകാൽ പൊങ്കാല ഇതാ നടക്കുന്നു, നമ്മുടെ കൺമുന്നിൽ നടക്കുന്നു എന്ന് പറയാം. ഉച്ചയ്ക്ക് 2:15 ഉച്ചപൂജ കഴിയുന്നതോടെയായിരിക്കും പൊങ്കാല നിവേദ്യം സമർപ്പിക്കുക. അതിനുവേണ്ടി 350ഓളം പൂജാരിമാർ വിവിധ ഇടങ്ങളിലായി നിവേദിക്കൽ ചടങ്ങിന് വേണ്ടി തയ്യാറായിട്ടുണ്ട്. ആറ്റുകാൽ അമ്പലത്തിന്റെ ക്ഷേത്രത്തിന്റെ നിർദ്ദേശപ്രകാരം 350 പൂജാരികളാണ് അതിനുവേണ്ടി തയ്യാറായിട്ട് നിന്നത്. പൂജാരിമാർ പൊങ്കാല നിവേദ്യത്തിൽ തീർത്ഥം തളിക്കുന്നതോടെയാണ് പൊങ്കാല സമർപ്പണം പൂർത്തിയാകുന്നത്. എന്നാൽ ഇന്ന് ചന്ദ്രഗ്രഹണമായതുകൊണ്ട് തന്നെ 3:10 മുതൽ 7 മണി വരെ നട തുറക്കില്ല. അതിനുശേഷമായിരിക്കും ദീപാരാധന. ആ ദീപാരാധനയ്ക്ക് ശേഷമായിരിക്കും പൊങ്കാലയിൽ ഈ തീർത്ഥം തെളിക്കുക. തീർത്ഥം തെളിക്കുന്നതിനോടെയാണ് ഈ പൊങ്കാല സമർപ്പണത്തിന് അത് പൂർണ്ണമാകുക. ക്ഷേത്രമടക്കും. അതിനുശേഷം ക്ഷേത്രമടക്കും. 7:30 ഈ ദീപാരാധന നടക്കുക. 8:30 കൂടി തന്നെ ആയിരിക്കും അതിൻ്റെ ഭാഗമായിട്ടുള്ള ഈ ആചാര അനുഷ്ഠാനങ്ങളുടെ ഭാഗമായിട്ടുള്ള കുത്തിയാട്ടം, ചൂരൽകുത്ത് ചടങ്ങ്, താലപ്പൊലി, ഈ ബാലികമാരെടുക്കുന്ന താലപ്പൊലി, 10 വയസ്സിന് താഴെയുള്ള ബാലികമാരെടുക്കുന്ന താലപ്പൊലി. ഈ കുത്തിയോട്ടം നടത്തുന്നതൊക്കെ വ്രതമനുഷ്ഠിച്ചുകൊണ്ടാണ്. മാസങ്ങളോളം ദിവസങ്ങളോളം പ്രത്യേക തരത്തിൽ വ്രതമനുഷ്ഠിച്ചുകൊണ്ടാണ് ഈ കുത്തിയോട്ടം അടക്കമുള്ള ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായി ജനങ്ങൾ മാറുന്നത്. കൂടാതെ ഈ 10ാം ദിനം നാളെ 10ാം ദിനമാകുമ്പോൾ 10ാം ദിനത്തിൽ രാവിലെ 10 മണിക്ക് തന്നെ ദേവിയുടെ അകത്തെഴുന്നള്ളിപ്പ് നടക്കും. കൂടാതെ കുത്തിയോട്ട വ്രതക്കാരുടെ വ്രതം അന്നാണ് മുറിയുക. ഇന്ന് ഈ പൊങ്കാല സമർപ്പിക്കുന്ന സ്ത്രീകളുടെ വ്രതം ഇന്ന് അവർക്ക് ഈ പൊങ്കാല സമർപ്പണത്തിന് ശേഷം ഈ പൊങ്കാലയിൽ തീർത്ഥജലം തെളിക്കുന്നതോടെ അവരുടെ വ്രതം മുറിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. എന്നാൽ ഈ കുത്തിയോട്ടം നടത്തുന്നവർക്ക് നാളെയാണ് ഈ വ്രതം മുറിക്കാനുള്ള തീയതി. കൂടാതെ നാളെയാണ് ഈ ആറ്റുകാൽ പൊങ്കാലയുടെ സമാപ്തി. നാളെ രാത്രി 9:45 കാപ്പഴിക്കൽ. ഈ ആദ്യഘട്ടത്തിൽ ഈ ആറ്റുകാൽ പൊങ്കാല തുടങ്ങുമ്പോൾ നമുക്കറിയാം കാപ്പ് കെട്ടിയാണ് ദേവിയെ കുടിയിരുത്തുക. ആ കാപ്പഴിക്കൽ ചടങ്ങാണ് അവസാനമായി നടക്കുക. രാത്രി 10:15 നട അടക്കും. നട അടച്ചതിന് ശേഷം പുലർച്ചെ 12:45 കുരുതി തർപ്പണം നടക്കും. അങ്ങനെയാണ് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് അവസാനമാകുക. ഇപ്പോൾ ഇതാ ഈ നമ്മുടെ ഈ നഗരമാകെ, തിരുവനന്തപുരം നഗരമാകെ പുകപടലങ്ങളാണ്. അമ്മയ്ക്ക് വേണ്ടി നിവേദ്യം അർപ്പിക്കാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങളിലൂടെയാണ് ഓരോ നിമിഷവും കടന്നു പോകുന്നത്. വളരെ ഭക്തിസാന്ദ്രമായിട്ടുള്ള ഒരു പ്രദേശം. എല്ലാവരും വളരെ ഭക്തിയിൽ, അത്രയും രാഷ്ട്രീയ നേതാക്കൾ ഇവിടെയുണ്ട്, സാധാരണ ജനങ്ങൾ ഇവിടെയുണ്ട്, എല്ലാവരും ഒരേപോലെയാണ് എന്ന ഒരു ആശയത്തിലേക്കാണ് ഈ ഒരു ക്ഷേത്ര പ്രദേശം നമ്മളെ എത്തിക്കുന്നത്. ഇവിടെ എത്തുമ്പോൾ ഇന്നലെ ഇമാമിൻ്റെ സംസാരം നമ്മൾ കേട്ടു. ഇന്ന് പല രാഷ്ട്രീയ പ്രവർത്തകരുടെയും സംസാരം കേട്ടു. അവരൊക്കെ ഇതിലൊക്കെയുള്ള ഒരു ഒത്തൊരുമയെ എടുത്തു പറയുന്നു, ആ ഒരു ആശയത്തെ എടുത്തു പറയുന്നു. നിവേദ്യം അർപ്പിക്കലും അത്തരത്തിലാണ്. ഇപ്പോൾ ഇത് തെക്കൻ ജില്ലക്കാരുടെ ഒരു ആചാരമാണ്. പക്ഷേ ഇപ്പോൾ പലരും പറയുന്നത് കേട്ടു, കാസർഗോഡ് നിന്നും കോഴിക്കോട് നിന്നും വടക്കൻ ജില്ലകളിൽ നിന്ന് ഒരുപാട് പേർ ആറ്റുകാലിലേക്ക് എത്തുന്നു, അമ്മയ്ക്ക് നിവേദ്യം അർപ്പിക്കുന്നു, അവരുടെ സങ്കടങ്ങൾ പറയുന്നു. ഈ തെരളി, അതുപോലെ തന്നെ പായസം,
മണ്ടപ്പുറ്റ്, അതുപോലെയുള്ള ഈ നിവേദ്യത്തിന് പിന്നിലും അവർ കാണുന്ന ഓരോ ആശയമുണ്ട്. ഇപ്പോൾ രോഗശാന്തിക്ക് വേണ്ടി, അല്ലെങ്കിൽ അവരുടെ മനപ്രയാസങ്ങൾ മാറ്റിക്കിട്ടാൻ വേണ്ടി, അവരുടെ എന്തെങ്കിലും ആഗ്രഹങ്ങൾ നടക്കാൻ വേണ്ടി, അങ്ങനെയൊക്കെയാണ് ഈ നിവേദ്യങ്ങൾ സമർപ്പിക്കുന്നത്. 25 വർഷവും 30 വർഷവും തുടരെ ഈ സമർപ്പണത്തിന് വേണ്ടി തിരുവനന്തപുരത്തേക്ക് എത്തുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണെന്ന് പറയാം. അത്രയും അമ്മയിൽ വിശ്വസിക്കുന്ന, അതിൽ നിന്ന് ആശ്വാസം കണ്ടെത്തുന്ന ഒരു പറ്റം ജനതയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. സ്ത്രീകളുടെ ശബരിമല എന്ന് വീണ്ടും പറയാൻ തോന്നുന്നു. ഹർഷൻ, റൈറ്റ്. ഇപ്പോൾ അർജുൻ കൂടി